കുറേ കാലം കൂടിയിട്ട് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ഫ്രോസൺ ചിക്കൻ ആയതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. ബോൺലെസ് ആയതുകൊണ്ടും ഒരു ഫ്രഷ് പാക്കറ്റ് വന്നതുകൊണ്ട് ഞാൻ പോയി മേടിച്ചു. ഭാഗ്യത്തിന് കുറച്ച് മല്ലിയില ഒരു വീട്ടിലുണ്ടായിരുന്നേ. എനിക്ക് ചിക്കൻ കറിക്കകത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി, പിന്നെ നല്ല ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തിക്കകത്ത് ഞാൻ വെജിറ്റബിൾ ഗീ ഉണ്ട്, ഇവിടെ വെജിറ്റബിൾ ഗീ കിട്ടും. അതായത് നമ്മളിവിടെ നെയ്യ് മേടിക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ നെയ്യ് മേടിക്കുകയാണെങ്കിൽ ഭയങ്കര വിലയാണ്. പക്ഷേ വെജിറ്റബിൾ ഗീ മേടിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, എന്നാൽ വലിയ കുഴപ്പമില്ലാത്തട്ടോ. എന്ന് വെച്ചാൽ ഡാൽഡ ഒന്നും അല്ല കേട്ടോ. അപ്പം അതിട്ട് ചപ്പാത്തി ഉണ്ടാക്കി, നല്ല സോഫ്റ്റായിരുന്നു. പിന്നെ കറി കുറച്ച് എരിവ് കൂടിപ്പോയി. ലാവിഷായിട്ട് മുളക് കരച്ചുണ്ടാക്കിയത് കൊണ്ടാണ്. എന്നാലും കുറേ കാലം കൂടി കഴിക്കുന്നത് കൊണ്ട് തന്നെ ഓക്കെ. പിന്നെ ഞാൻ അങ്ങനെ ഇറച്ചി കഷ്ണം കഴിക്കില്ല, ഗ്രേവി മുക്കി തിന്നാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ കഷ്ണവും കഴിച്ചു, ജീവൻ നിലനിർത്തണ്ടേ, കുറച്ച് പ്രോട്ടീനൊക്കെ കയറട്ടെ എന്ന് കരുതി. പിന്നെ നല്ല പഴം കിട്ടി. ഞാൻ ഉങ്കു ഫാറൂന് പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് നമ്മളുടെ ഫുസ്ക്യോ എന്ന് പറയും, നമ്മുടെ നാട്ടിൽ ചാരപ്പൂ എന്ന് പറയും. സാധാരണ നമ്മുടെ നാട്ടിലത് പശുവിന് വെട്ടിക്കണ്ടിച്ച് ഇട്ട് കൊടുക്കുന്ന ഇരട്ടി കണ്ണൂരിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതിന് ഭയങ്കര വിലയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ്, നമ്മുടെ ഞാലിപ്പൂവൻ്റെ ഒരു ടേസ്റ്റ്, അതാണ് ചാരപ്പൂവൻ എന്ന് വെച്ചാൽ വേറൊരു ടേസ്റ്റ്. പുട്ടിന് നല്ലതാണ്. അതുപോലെ ഈ അവിലും മലരൊക്കെ കുഴച്ച് കഴിക്കുമ്പം അതിന് നല്ലതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ചേരത്തിന് നാട്ടിൽ ചെന്ന് ചേരയുടെ നടുങ്കണ്ടം തിന്നണമെന്ന് പറയുന്ന പോലെ എന്ത് കിട്ടിയാലും ഇപ്പോൾ തിന്നും കേട്ടോ, വിശപ്പ് മാറണ്ടേ.